നമസ്കാരം. ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. നമ്മൾ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഒന്നാണ് സമയം. എന്നാൽ പാഴാക്കി കളയുന്ന ഓരോ നിമിഷത്തിൻ്റെയും മൂല്യം നമുക്കറിയില്ല. അത്രത്തോളം വിലപിടിപ്പുള്ള ഒന്നാണ് ടൈം എന്ന് പറയുന്നത്. ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ വീണ്ടും അത് തിരിച്ചെടുക്കാൻ കഴിയുമോ? എവിടെയെങ്കിലും എടുത്തു വെച്ച് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനവുമല്ല സമയം. അതുകൊണ്ട് തന്നെ ഓരോ സെക്കൻഡ്സും എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. അതിനാദ്യമായി ചെയ്യേണ്ടത് സമയമില്ല എന്ന് പറഞ്ഞ് ഒരു കാര്യവും നമ്മൾ മാറ്റിവെക്കരുത്. കാരണം ഈ ലോകത്ത് എല്ലാവർക്കും യൂണിഫോമായി കിട്ടുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ. എന്താണെന്നറിയാമോ? അത് സമയമാണ്. ബാക്കി എല്ലാ കാര്യങ്ങളിലും നമുക്ക് വ്യത്യാസം കണ്ടുപിടിച്ച് എക്സ്ക്യൂസസൊക്കെ കണ്ടുപിടിക്കാൻ കഴിയും. എന്നാൽ സമയത്തിൻ്റെ കാര്യത്തിൽ മാത്രം അത് സാധിക്കില്ല. എല്ലാവർക്കും ലഭിക്കുന്നത് ഒരു ദിവസത്തിൽ 24 മണിക്കൂർ തന്നെയാണ് എന്ന വസ്തുത നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ്. നമ്മുടെ പ്രയോറിറ്റീസിനെ 4 ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്താൽ സമയത്തെ കുറച്ചുകൂടെ യൂസ്ഫുള്ളായി നമുക്ക് ഉപയോഗപ്പെടുത്താം. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആൻഡ് അർജൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ചില കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, അതുപോലെ തന്നെ അർജൻറ്റുമായിരിക്കും. ഓരോ ദിവസവും ജോബിന് പോകുക, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുക, അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആൻഡ് അർജൻറ്റ് കാര്യങ്ങളാണ്. അതില്ലാതെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആൻഡ് അർജൻറ്റ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അടുത്തതായി പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ബട്ട് നോട്ട് അർജൻറ്റ്. അതായത് വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്, എന്നാൽ അത്രയ്ക്കും അർജൻ്റ് അല്ല. ഫോർ എക്സാമ്പിൾ, ചില കാര്യങ്ങൾ ചെയ്യണം എന്ന് നമുക്ക് ഉള്ളിൽ തോന്നില്ല, പക്ഷേ അത് വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഡെയിലി എക്സസൈസ് അല്ലെങ്കിൽ സമയത്തിന് ആഹാരം കഴിക്കുക എന്നത്, അതെല്ലാം ഈ കാറ്റഗറി വരുന്ന കാര്യങ്ങളാണ്. വ്യായാമം ചെയ്യാൻ മടി കാണിക്കുന്ന നമ്മളെല്ലാവരും ഈ കൂട്ടത്തിലുണ്ട്. കാരണം നമുക്കറിയാം വ്യായാമം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നത്, ബട്ട് നമ്മളത് ചെയ്യില്ല. ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി കൂട്ടുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ ബുദ്ധിപൂർവം അത് ഡിലേ ചെയ്യുന്നു. ഒരു ഉദാഹരണം കൂടെ പറയുകയാണെങ്കിൽ, നമുക്ക് ഒരു എക്സാം നമുക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. കൃത്യം ഒരു മാസത്തിന് ശേഷം ഒരു എക്സാം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ആ സമയങ്ങളിൽ ഭൂരിഭാഗം പേരും അത് ഇന്നു മുതലേ പഠിക്കുക എന്ന ശീലം ഒഴിവാക്കി, ഓക്കെ കുറച്ച് നാൾ കൂടെ കഴിയട്ടെ, എക്സാമൊക്കെ അടുത്ത് വരട്ടെ, ആ സമയത്ത് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലിരിക്കുന്ന ആളുകളായിരിക്കും. അതിന് പകരം ഇപ്പോൾ തന്നെ നമ്മൾ ടൈം മാനേജ് ചെയ്തുകൊണ്ട് ഡെയിലി ഇത്ര പോർഷൻ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയാൽ വളരെ ഭംഗിയായി അത് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അടുത്തതായി പറയുന്നത് അർജൻറ്റ് ബട്ട് നോട്ട് ഇമ്പോർട്ടൻ്റ് കാറ്റഗറിയിൽപ്പെട്ട കാര്യങ്ങളാണ്. അതായത് വളരെ അർജൻറ്റാണ്, പക്ഷേ അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് അല്ല. ഈ ഒരു കാറ്റഗറിയിലാണ് നമ്മുടെ ടൈം കൂടുതലായും ഉപയോഗിക്കുന്നത്. നമുക്കറിയാം നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ അനാവശ്യമായി എത്ര സമയമാണ് നമ്മൾ വേസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യുന്നത് എന്ന്. രാവിലെ എണീറ്റ ഉടൻ തന്നെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ വാട്സാപ്പ് അല്ലെങ്കിൽ പലതരത്തിലുള്ള സോഷ്യൽ മീഡിയകളും ഉപയോഗിച്ച് നമ്മൾ ടൈം അനാവശ്യമായി പാഴാക്കുന്നു. നമുക്കറിയാം അത് നമ്മുടെ ലൈഫിൽ അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങളൊന്നുമല്ല എന്ന്, ബട്ട് അതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനും കഴിയില്ല എന്നൊരു അവസ്ഥയിലാണുള്ളത്. അവസാനത്തെ കാറ്റഗറിയിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നത് നൈദർ അർജൻറ്റ് നോർ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ്. അതായത് അത്രത്തോളം അർജൻസിയും ഇല്ല, അത്രത്തോളം ഇമ്പോർട്ടൻറ്റും അല്ലാത്തതായ കാര്യങ്ങളാണ് നമ്മൾ ഈ കാറ്റഗറിയിൽ ഉൾക്കൊള്ളിക്കുന്നത്. ഈ മൂന്നാമത്തെ കാറ്റഗറിയിലാണ് നമ്മൾ നമ്മുടെ ടൈം കൂടുതലായും വേസ്റ്റ് ചെയ്യുന്നത്. ടൈം മാനേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം തന്നെ നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. നമ്മുടെ ഒരു ദിവസത്തെ റൂട്ടീൻ നോക്കിയാൽ തന്നെ നമുക്കത് ഈസിയായി കണ്ടുപിടിക്കാവുന്നതാണ്. ഇമ്പോർട്ടൻ്റ് അല്ലാത്ത അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി സമയം പാഴാക്കാതെ നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ
ജീവിതത്തിലെ ഓരോ നിമിഷവും ക്വാളിറ്റി ടൈം ആയി ഉപയോഗിക്കുക. എല്ലാവർക്കും ഒരുപോലെ നൽകപ്പെട്ടിട്ടുള്ള ടൈം ക്വാളിറ്റിയോടുകൂടി വിനിയോഗിച്ച് ജീവിതം മികച്ചതാക്കാൻ ശ്രമിക്കുക. സോ ടൈം മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് പ്രോപ്പറായി ചെയ്യാൻ കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്നും കാര്യങ്ങൾ ഒരുപാട് ബെറ്ററായി ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മാനേജ് യുവർ ടൈം ഓർ യുവർ ടൈം വിൽ മാനേജ് യു. എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.